അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിവാദമായി അത് പടർന്നിരിക്കുന്നു. ആർ ശ്രീജിത്ത്, കോൺഗ്രസിൻ്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പറയാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വന്നിരിക്കുന്ന പരാതിയെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇടയിൽ വന്നിരിക്കുന്ന ഈ പരാതിയും മറ്റ് നടപടികളും UDFന്റെ കോൺഗ്രസിന്റെ ഈ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മേൽക്കൈ നേടുമെന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി കേവലം ലൈംഗിക പീഡന പരാതിയല്ല. എന്നാൽ നേരത്തെ ഷഫീദ് റാവുത്തർ സൂചിപ്പിച്ച പോലെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്താൻ പോകുന്നത്. അതാണ് യുവതി അതിജീവിതം നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമ്പോൾ UDF ഉയർത്തിക്കൊണ്ടുവന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സർക്കാരിന്റെ കെടുകാര്യസ്ഥത പോലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റ് വീഴ്ചകൾ പോലുള്ള കാര്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയും ഈ വിഷയം പ്രധാന വിഷയമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതാണ് UDF നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അറസ്റ്റും മറ്റു നടപടികളിലേക്കും കടന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചും കോൺഗ്രസ് രംഗത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാൽ അദ്ദേഹത്തെ പുറത്താക്കുകയും MLA സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല സ്വർണ്ണപ്പാളി കേസിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ നടപടിയെടുക്കണമെന്ന് CPIM കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം തിരിച്ചു വരുമ്പോൾ വീണ്ടും കോൺഗ്രസും UDFും പ്രതിരോധത്തിലാവും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നു. നിയമപരമായി കാര്യങ്ങൾ പോകട്ടെ. പാർട്ടി ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.